എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നാലമ്പല ദർശനത്തിലാണ് പോകുന്നത്. തമ്പ്ലൈൻ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. പിന്നെ ഇപ്പോൾ സമയം 2:30 കഴിഞ്ഞിട്ടുണ്ട്, 2:37. നമ്മൾ ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ്. 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വണ്ടി വരും. വണ്ടി ഇപ്പം വരുന്നുണ്ടെന്ന് വിളിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളെല്ലാം റെഡിയായിട്ടൊക്കെ നിൽക്കുകയാണ്. 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റ് നമ്മളൊക്കെ റെഡിയായി ഇറങ്ങുകയാണ്. നമ്മൾ നടക്കുകയാണ് ഗൈസ്. രാത്രിയല്ലേ, നടക്കുകയാണ്. അല്ലല്ലേ, എല്ലാവരും ഇഷ്ടം, ആരുമില്ല. റോഡ് മുഴുവൻ വിജനം. എന്നെപ്പോലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇനി നമുക്ക് അവിടെ ചെന്ന് വണ്ടി ചെന്നിട്ട് കാണാം. ഹലോ ഗായ്സ്, വണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് വണ്ടി കയറാം. വണ്ടി കയറട്ടെ, ഇട്ട് കാണിക്കാം ബാക്കി. ഹലോ, നമ്മൾ വന്നതേ ഉള്ളൂ. നമ്മളിപ്പം തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. സൈഡിലെല്ലാം ഇഷ്ടംപോലെ കടകളുണ്ട്. ക്ഷേത്രത്തിനകത്തോട്ടാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ക്യൂവിലാണ്. നമ്മൾ ക്യൂവിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അധികം തിരക്കൊന്നുമില്ല. പക്ഷേ എനിക്കൊന്ന് ഈ സമയമാണ്, നല്ല മഴയുള്ള ടൈമായതുകൊണ്ട് തിരക്ക് വളരെ കുറവാണ്. ഒരു ഓവർ ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. ഓവർ ബ്രിഡ്ജൊക്കെ കയറി നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നല്ല കാറ്റുണ്ട്. അമ്പലത്തിൻ്റെ ഗോപുരമൊക്കെയാണ്. നല്ല രസമുണ്ട് അമ്പലത്തിൻ്റെ ഈ ചുറ്റുവിളക്കും ഈ ഒരു തോരണങ്ങളും ഒക്കെ കാണാം. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് ലേറ്റായി. കുറച്ചല്ല, നല്ല രീതിയിൽ ലേറ്റായി. കാരണം ഞങ്ങൾ വരുന്ന വണ്ടി ഇടയ്ക്ക് ബ്രേക്ക് ഡൗൺ ആയി. പിന്നെ നമുക്കിനി ദർശനം കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ വെളിയിൽ മീനൂട്ട് കടവ് കാണാൻ പോകാം. മീനൂട്ട് കടവ് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ആളുകൾ ഇങ്ങനെ മീന് തീറ്റ ഇട്ട് കൊടുക്കും. ചാടുന്ന കണ്ടാ, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നല്ല രസമുണ്ട്.
സുജാതമ്മ അത് കൊടുക്കുകയാണ്. വലിയ മീനുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ വലിയ മീനുണ്ട്. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ്. തൃപ്രയാറിൻ്റെ ദർശനമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കൂടൽമാണിക്യം വന്നിട്ടുണ്ട്. വലിയ തിരക്കൊന്നുമില്ല, പിന്നെ മഴയാണ്. പിന്നെ ഇവിടെ കയറണമെങ്കിൽ, അമ്പലത്തിനകത്ത് കയറണമെങ്കിൽ മുണ്ടെടുക്കണം. പിന്നെ ഞാൻ പെട്ടെന്നൊരു മുണ്ടൊക്കെ ഉടുത്ത് സെറ്റായിട്ടുണ്ട്. പിന്നെ ദർശനത്തിന് ക്യൂ ഉണ്ട്. ചെരുപ്പ് ഊരിടും. എവിടെ ഇട്ടമ്മ ചെരുപ്പ്? ഇവിടെ ഇരിക്കുകയാണ്, ക്യൂ ആണ്. അതുകൊണ്ട് രസമുണ്ട്. കുളം കൂടൽമാണിക്യം ക്ഷേത്രത്തിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്ഷേത്രം. കാരണം നല്ലൊരു പോസിറ്റീവ് വൈബാണ്. പൊതുവേ എല്ലാ അമ്പലങ്ങളും പോസിറ്റീവ് വൈബാണ്, പക്ഷെ സ്പെഷ്യലാണ്. സ്പെഷ്യൽ ഭഗവത് സന്നിധിയിൽ സമർപ്പിക്കുന്ന എല്ലാ വസ്തുക്കളും ഭയങ്കര രസമാണ്. നല്ല രസമല്ലേ? നല്ല കാറ്റുണ്ട്, നല്ലൊരു ആംബിയൻസ്. പിന്നെ മഴ. മുണ്ടൊക്കെ എടുത്താൽ വന്നു, അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴയത്തെ മുണ്ടൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞ് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കാരണം അമ്പലത്തിൻ്റെ ശബ്ദമുണ്ട്, ആളുകളുടെ ശബ്ദമുണ്ട്, പിന്നെ മൈക്കിൻ്റെ ശബ്ദം ഒക്കെ ഉള്ളതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. പക്ഷേ സൂപ്പർ, നല്ല നല്ല രസമുണ്ട്. എല്ലാവരും ഒന്ന് വന്നിരിക്കേണ്ട സ്ഥലമാണ്. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രമാണ്. എന്ത് രസമാണെന്ന് നോക്കി, എന്ത് ഭംഗിയാ അവിടെ കാണാൻ. ഭയങ്കര രസമാണ്. എന്തുവാ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നാലമ്പലങ്ങളുടെ ഫേവറേറ്റ്. എനിക്ക് ഈ അമ്പലം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെയൊക്കെ വരുമ്പോൾ ഒരു ക്ലാസിക്കൽ ഒരു ഫീലാണ്. ഇവിടെ വരുമ്പോൾ ക്ലാസിക്കൽ, അപ്പം അതുകൊണ്ടായിരിക്കാം ഇഷ്ടമാണ്. ഇത് ഇവിടുത്തെ തീർത്ഥക്കുളമാണ്. ഇവിടുത്തെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള കുളമാണ്. കിടക്കുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. ഇത് രസം. ഞങ്ങൾ ഒത്തിരി ലേറ്റായേ, പക്ഷേ കുറേ നേരം ക്യൂ നിൽക്കേണ്ടിയൊക്കെ വന്നു, കാരണം പൂജ നടക്കുക. അതുകൊണ്ട് താമസം ഉണ്ടായിരുന്നു. എങ്കിലും നല്ല അടിപൊളിയായിട്ട് തൊഴുതു. ഇവിടെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഉദര രോഗങ്ങൾക്കൊക്കെ വഴുതനങ്ങ നിവേദ്യം ഇവിടുത്തെ ഭയങ്കര സ്പെഷ്യലാണ്. ഈ വഴുതനങ്ങ നിവേദ്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും എന്നാണ് പറയുക. നമ്മൾ ഈ അമ്പലത്തിലെ ഒരു ദർശനം പൂർത്തിയാവണമെങ്കിൽ തീർത്ഥക്കുളവും കൂടെ ചുറ്റണം. പിന്നെ ഈ മഴയും ഇതൊക്കെ ആയതുകൊണ്ട് ഫുള്ള് കാണിക്കാനോ ഒന്നും പറ്റത്തില്ല, കാരണം എല്ലാം മഴ, വെള്ളവും എല്ലാം ചള്ള ഒക്കെയാണ്. കണ്ടോ, എല്ലാം വെള്ളവും ചള്ളയൊക്കെയാണ്. എന്താ തെന്നലും വഴുക്കലൊക്കെ ഉണ്ട്. ഇവിടെ മുണ്ട് കൊടുക്കണം, അതാണ് ഏറ്റവും വലിയ പാട്. കാരണം ഈ മഴയും കൂടെ ഒക്കെ ആകുന്നുണ്ട് ബുദ്ധിമുട്ടാണ്. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം, ഡ്രസ് കോഡ്. ഇതൊക്കെ എങ്ങനെയൊക്കെയോ വലിച്ചെടുത്ത് ഞാൻ നടക്കുക. ഒത്തിരി ലെങ്ത് ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഫുള്ള് വീഡിയോ കാണിക്കാത്ത.
മഴയും കൂടെ ഒക്കെ ആയതുകൊണ്ടൊരു സുഖമില്ല, അതേ ഉള്ളൂ. നല്ല രസമുണ്ട്. ഇവിടുത്തെ ഭയങ്കര സ്പെഷ്യൽ ഇത് മ്യൂറൽ പെയിൻറ്റിങ്സാണ്, രണ്ട് സൈഡിലും ഉണ്ട്. എന്ത് രസമെന്നറിയാം കാണാൻ. നമുക്കിവിടെ അമ്പലമായതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, എങ്കിലും എന്നാൽ കഴിയുന്നത് ഞാൻ എടുക്കുക. എന്ത് രസമുണ്ട് ഇതൊക്കെ. ഭാരതസ്വാമി ഇതൊക്കെ നല്ല പിക്ചേഴ്സ്. എന്ത് രസമുണ്ട്. നമ്മൾ മൂഴിക്കുളം ക്ഷേത്രം തുറന്നില്ല, തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മൾ ക്യൂവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മണപ്പെരുമാളിൻ്റെ ക്ഷേത്രമാണ് മൂഴിക്കുളം. രണ്ട് കുടയൊക്കെ വാങ്ങിച്ച് പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാവരും ക്യൂവിലാണ്, കണ്ടില്ലേ. മറ്റേ ഞങ്ങൾക്ക് വരുമ്പോൾ ഞങ്ങൾ മറ്റേതൊക്കെ വരുമ്പം ഇങ്ങനെ ഇത്രയും ക്യൂ ഒന്നുമില്ല, ഡയറക്റ്റ് കയറി വരും ചെയ്യുന്നത്. പക്ഷേ ഈ വർഷം മുതൽ ക്യൂ. പിന്നെ ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ കൂടൽമാണിക്യത്ത് ഞങ്ങൾ പിന്നെ കഞ്ഞിയൊക്കെ കുടിച്ചായിരുന്നു. ഔഷധക്കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഔഷധക്കഞ്ഞിയൊക്കെ കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനി വന്ന് നല്ല കഞ്ഞിയായിരുന്നു കേട്ടോ. കഞ്ഞി, പയർ, പിന്നെ നാരങ്ങ അച്ചാറുണ്ടായിരുന്നു, പിന്നെന്തോ പടച്ചോറുണ്ടായിരുന്നു, പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റ്. നമ്മൾ സാധാരണ അമ്പലത്തിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുന്നതിന് ഭയങ്കര ടേസ്റ്റല്ലേ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് ആയിരിക്കും അമ്പലത്തിൽ. നമുക്ക് കറി കുറവാണെങ്കിലും അമ്പലത്തിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അമ്പലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കുന്നതിനൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ടല്ലോ. നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ, അകത്തോട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല, എല്ലാം നമുക്ക് കാണിക്കാനൊന്നും പറ്റത്തില്ല. അതാണ് ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. കാണാത്തവർക്കൊക്കെ കുറച്ച്, ഫുള്ളായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, എന്തായാലും കുറച്ചൊക്കെ എന്നാലാവുന്നത്. തഴങ്കേറാണ്, പായമൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലാണ്. ലാസ്റ്റ് ഇവിടെയാണ്. സമയം ഇപ്പം 6 മണി കഴിഞ്ഞു. തിരക്കൊന്നുമില്ല, ഈ സമയമായിട്ട് തിരക്കൊന്നുമില്ല. അതുകൊണ്ട് സുഖമായിട്ട് ഞങ്ങൾ കയറുകയാണ്. ശത്രുഘ്ന ക്ഷേത്രത്തിലാണ്. ഇതാണ് അമ്പലം. പായമൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം. ഫ്രണ്ടിൽ ഒരാളൊക്കെ ഉണ്ടേ. നമ്മൾ പെട്ടെന്ന് തൊഴുതിട്ടിറങ്ങി. നമ്മൾ കൊടുങ്ങല്ലൂർ വന്നിരിക്കുകയാണ്. ലാസ്റ്റ് നമുക്ക് സമയമുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ വീണ്ടും കൊടുങ്ങല്ലൂർ വന്നിരിക്കുകയാണ്. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം കൊടുങ്ങല്ലൂർ. ഇനി കാണാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല, കാരണം ഇവിടെ എല്ലാം ഇരുട്ടാണ്, അതുകൊണ്ട് കാണാൻ തോന്നുന്നില്ല. എങ്ങനെ ഇവിടെ ഒത്തിരി വർഷം ഞങ്ങളുടെ ചുറ്റുളങ്ങരയുമായിട്ട് ഭയങ്കര അടുപ്പമുള്ളൊരു സ്ഥലമാണ് കൊടുങ്ങല്ലൂർ അമ്പലം. പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ, എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും എടുക്കുകയാണ്. എന്ത് രസമുണ്ട്. നമ്മുടെ സ്വന്തം ചുറ്റുളങ്ങര അമ്മയുടെ വീട്. ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്, ക്ഷേത്രമാണ്. ഭയങ്കര ആഗ്രഹം എനിക്കിവിടെ വരുന്നതും ഒരു ഭാഗ്യമായിട്ട് വരുന്നു.
കൊടുങ്ങല്ലൂർ അമ്പലത്തോടുകൂടി ഞങ്ങളുടെ തീർത്ഥാടനം ഇവിടെ അവസാനിക്കുകയാണ്. ആണ് കൊടുങ്ങല്ലൂർ അമ്പലം. ഞങ്ങൾ ഇനിയും വീട്ടിലേക്ക് പോവാണ്. ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എൻ്റെ യൂട്യൂബ് ചാനൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.